ാണ് ഒരാളുടെ വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ ദുഃഖാചരണം എന്ന് പറയുന്ന സമ്പ്രദായം അത് ഇസ്ലാം അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എത്ര നാളാണ്? ദുഃഖം ആചരിക്കുക എന്നത്, ദുഃഖാചരണത്തിന് അനുവാദം തന്നിട്ടുള്ളത് 3 ദിവസമാണ്. 3 ദിവസം മാത്രമാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണാവട്ടെ ആണാവട്ടെ, ദുഃഖാചരണം, ദുഃഖം പാലിക്കുക എന്നത്, ദുഃഖാചരിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഇസ്ലാം അത് വ്യക്തമായി തന്നെ പറയുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണ് ആ നിയമം പറഞ്ഞിട്ടുള്ളത്. ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അൻ തഹുദ്ദ അലാ മയ്യിത്തിൻ ഫൗഖ സലാസിൻ ഇല്ലാ അലാ സൗജിൻ അർബഅത അശ്ഹുരിൻ വഅശ്റാ. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്കും അനുവദനീയമല്ല തന്നെ അൻ തഹുദ്ദ അലാ മയ്യിത്തിൻ, ഒരു മയ്യത്തിന്റെ പേരിലും ദുഃഖമാചരിക്കുക എന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ദുഃഖാചരണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമല്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ദുഃഖാചരണം പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അതെങ്ങനെയാണ്? ഒരു 3 ദിവസം വരെ, ഭർത്താവല്ലാത്ത ആളുകളുടെ കാര്യത്തിൽ ഒരു 3 ദിവസം വരെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാം. ഒരു ഭർത്താവിന് അവളെ കുറ്റപ്പെടുത്താൻ വയ്യ, ഒരു ഭർത്താവിന് അവളെ ആക്ഷേപിക്കാൻ വയ്യ. അതേ അവസരത്തിൽ ഇല്ലാ അലാ സൗജിൻ, ഒരു ഭർത്താവ് മരണപ്പെട്ട പെണ്ണാണെങ്കിലോ അവളുടെ ദുഃഖാചരണത്തിന് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് 3 ദിവസമല്ല, 40 അശ്ഹുരിൻ വഅശ്റാ, 4 മാസവും 10 ദിവസവുമാണ്. 4 മാസവും 10 ദിവസവുമാണ് ഒരു വിധവയുടെ ദുഃഖാചരണം. ഭർത്താവ് മരണപ്പെട്ട ഒരു പെണ്ണ് ദുഃഖമാചരിക്കേണ്ടതുണ്ട്. അവൾ പ്രത്യേകമായ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇദ്ദയിരിക്കുക, മറയിരിക്കുക എന്നൊക്കെയുള്ള പ്രയോഗങ്ങളിൽ അറിയപ്പെടുന്നതാണ്. ഭർത്താവ് മരണപ്പെട്ടാൽ ആ പെണ്ണ് 4 മാസം 10 ദിവസവും ചില പ്രത്യേകമായ നിയമങ്ങൾക്ക് വിധേയയായിരിക്കണം. മറ്റൊരു വിവാഹത്തിന് അവൾക്ക് പോകണമെങ്കിൽ 4 മാസവും 10 ദിവസവും കഴിയണം. അതേ അവസരത്തിൽ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ ഗർഭിണിയായ നിലയിലാണെങ്കിലോ അവളുടെ ആ ദുഃഖാചരണത്തിന്റെ കാലം, അവളുടെ ഇദ്ദാകാലം പ്രസവത്തോടുകൂടി തീരുന്നതാണ്. ഭർത്താവ് ഇന്ന് മരിച്ചു, നാളെ ഭാര്യ പ്രസവിച്ചുവെങ്കിൽ അവളുടെ ഇദ്ദ കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ കഴിഞ്ഞു. അതല്ലാത്ത കേസുകൾക്കൊക്കെ 4 മാസവും 10 ദിവസവും പെണ്ണ് ഇദ്ദ ആചരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമികമായിട്ട് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ പണ്ട് കാലത്ത് ഈ ദുഃഖാചരണത്തിന്റെ പേരിൽ പല കാടൻ സമ്പ്രദായങ്ങളും മക്കളിൽ നിലനിന്നിരുന്നു. നമ്മുടെയൊക്കെ ഇന്ത്യ രാജ്യത്ത് പോലും പല കാടൻ നിയമങ്ങളും ദുഃഖാചരണത്തിന്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ബുദ്ധമതത്തിൽ അതുപോലെ തന്നെ ഹൈന്ദവ മതങ്ങളിലൊക്കെ പലപ്പോഴും നമുക്ക് പല രാജ്യങ്ങളിൽ നിന്നും ഇന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സതീ സമ്പ്രദായം. ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭർത്താവിനെ അതാ കത്തിച്ചു കളയുന്ന ആ ചിതയിലേക്ക് പെണ്ണെടുത്ത് ചാടേണ്ടിയിരുന്നു. പെണ്ണ് ആ ചിതയിൽ എരിഞ്ഞൊടുങ്ങണം. അങ്ങനെയായിരുന്നു ദുഃഖം ആചരിക്കേണ്ടത്. ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് ജീവിക്കാൻ യോഗ്യയല്ല. അതുകൊണ്ട് ഭർത്താവിനെ അങ്ങനെ എന്ത് ചെയ്യും? ദഹിപ്പിക്കുന്ന ആ സംസ്കാര ചടങ്ങിന്റെ ദിവസം ഭർത്താവ് എരിഞ്ഞു തീരുന്ന ചിതയിലേക്ക് പെണ്ണെടുത്ത് ചാടണം. ചാടിയിട്ടില്ലെങ്കിൽ ഗോത്രത്തലവന്മാരും ആളുകളും കൂടി പെണ്ണിനെ അണിയിച്ചൊരുക്കി ആ തീയിലേക്ക് എറിയും. അങ്ങനെ ഈ പെണ്ണും വെന്തു മരിക്കും. ഇങ്ങനത്തെ കാടൻ സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. സതീ സമ്പ്രദായം എന്നാണ് അറിയപ്പെടുന്നത്. അതൊക്കെ നിരോധിക്കപ്പെട്ടു നിയമം മൂലം. പക്ഷേ ഇന്നും ചില പ്രത്യേകമായ സ്ഥലങ്ങളിലൊക്കെ അത് നടക്കുന്നുണ്ട് എന്ന് പത്രദ്വാര നമ്മളൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംസ്കാരങ്ങൾ സമൂഹത്തിലുണ്ട്. പിന്നെ പല രൂപത്തിലുള്ള സംസ്കാരങ്ങളും പല ആളുകളും ദുഃഖാചരണത്തിന്റെ പേരിൽ ചെയ്യുന്നുണ്ട്. അതേ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്ലാമികമായിട്ട് ദുഃഖമാചരിക്കേണ്ട ആ നിർബന്ധം ആർക്കാനുള്ളത്? ഭാര്യക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ 4 മാസവും 10 ദിവസവും അത് ആചരിക്കൽ നിർബന്ധമാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ദുഃഖാചരിക്കുക എന്ന് പറഞ്ഞാൽ ഇംതിനാഉൽ മർഅതി അനിസ്സീനതി വൽ ഖിദാബി വമാ ഫീ മഅനാഹാ ഇദ്ഹാറൻ ലിൽ ഹുസ്നി. ഒരു പെണ്ണ് വിട്ടു നിൽക്കലാണ്. അലങ്കാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അതുപോലെ തന്നെ ചായമ്പൂശലിൽ നിന്ന് വിട്ടു നിൽക്കണം. അതുപോലെയുള്ള എല്ലാ ആഡംബരത്തിന്റെയും സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് ദുഃഖമാചരിക്കേണ്ടുന്ന സമ്പ്രദായമാണത്. 4 മാസവും 10 ദിവസവും. അത് ഇസ്ലാമിന്റെ വിധിയാണ്. ഈ കാത്തിരിപ്പിന്റെ വേളയിൽ ഒരു പെണ്ണ് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശങ്ങളിൽ കാണാം, വലാ തൽബസ് സൗബൻ മസ്ബൂഗാ.
ചായം മുക്കിയ അത്തരത്തിലുള്ള എടുത്ത് കാണിക്കുന്ന നിലക്കുള്ള ആഡംബരങ്ങളുള്ള നിലക്കുള്ള കളർ വസ്ത്രങ്ങൾ അവൾ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ വെള്ള മാത്രമേ ധരിക്കാവൂന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. വിധവ ഇരിക്കുമ്പോൾ ഒരു മറയിൽ പിടിച്ചിരുത്തിയിട്ട് ആരും കാണാതെ ഒരു വെള്ള വസ്ത്രം മാത്രം ഉടുപ്പിക്കുക. അങ്ങനെ ഒരു വെള്ള വസ്ത്രം മാത്രമേ ഉടുത്തിടുന്നില്ല. ആഡംബരം പ്രകടമല്ലാത്ത നിലക്കുള്ള സാധാരണ നോർമൽ ഏത് വസ്ത്രവും ധരിക്കാം. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കുറെ നിയമങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ആ നിയമങ്ങൾ? പലപ്പോഴും സമൂഹമൊന്നും ഒന്നുകിൽ ചിലർ തീരെ അത് ഉൾക്കൊള്ളൂല. സാധാരണ ജീവിതം ജീവിക്കുന്ന വിധവകളുണ്ട്. ഭർത്താവൊക്കെ മരണപ്പെട്ടു, അവർ പിറ്റേന്ന് തന്നെ ഇറങ്ങി ഷോപ്പിങ്ങിനും എല്ലായിടത്തും കറങ്ങാനും പോകാനും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. എല്ലാ നിലക്കും അവര് പണ്ടത്തെ പോലെ അലസമായി ഇസ്ലാമിക നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി അവരവരുടേതായ ഒരു സ്വതന്ത്രമായ ജീവിതം, പോയവര് പോയി ബാക്കിയുള്ളവർ ഇവിടെ ദുഃഖിച്ചിരിക്കുക എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ആ നിലക്കുള്ള വളരെ മോശമായ നിലക്ക് സമീപിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. വേറെ ചിലരുണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത കുറെ നൂലാമാലകൾക്കുള്ളിൽ ഞെരിഞ്ഞമർന്ന് ആ നിലക്ക് ഇല്ലാത്ത കുറെ വിലക്കുകളും വിധികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആചരിക്കുന്ന ആളുകളുണ്ട്. ഇത് രണ്ടിന്റെ ഇടയിലാണ് ഇസ്ലാമികമായ ആ വിഷയം കിടക്കുന്നത്. എന്താണ് ഇസ്ലാം പറയുന്നത്? എന്തൊക്കെ അവൾ പാലിക്കണം? ആ പെണ്ണിനോട് പറഞ്ഞ നിർദ്ദേശങ്ങളിൽ ഒന്നെന്താണ്? വലാ തമസ്സതീബ, സുഗന്ധം ഉപയോഗിക്കരുത്. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല ഈ 4 മാസവും 10 ദിവസവും. കാരണം ഒരു ഭർത്താവിന് വേണ്ടിയാണല്ലോ ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിക്കുന്നത്. അപ്പൊ ആ നിലക്ക് തന്റെ ഭർത്താവിന്റെ മരണത്തിൽ ദുഃഖം കൊണ്ടിരിക്കുന്ന പെണ്ണ് ആ സ്മരണ കൊണ്ട് തന്നെ അവൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്നാൽ അവൾക്ക് സുഗന്ധം ഉപയോഗിക്കാം. അപ്പോൾ ശുദ്ധിയാകുന്ന നേരത്ത് അവൾ കുളിച്ച് ഹൈലിൽ നിന്നൊക്കെ വൃത്തിയാകുന്ന നിരക്ക് തന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമൊക്കെ വമിക്കാതിരിക്കാൻ ആവശ്യമായ നേരിയ തോതിലുള്ള ചില സുഗന്ധങ്ങളൊക്കെ സഹാബാക്കളുടെ കാലത്ത് ഉപയോഗിച്ചിരുന്നു. അതിനുള്ള അനുവാദങ്ങൾ ഖുസ്ത്, അൽഫാർ തുടങ്ങിയിട്ടുള്ള ചില പ്രത്യേക സുഗന്ധദ്രവ്യങ്ങൾ അവർക്ക് അവരുടെ ഈ പീരീഡ് ശുദ്ധിയാകുന്ന ദിവസം ശരീരത്തിൽ നിന്ന് ദുർഗന്ധങ്ങളൊക്കെ നീക്കാൻ വേണ്ടി അതിന് അനിവാര്യമായ നിലക്ക് ആവശ്യമായ തോതിൽ അല്പം സുഗന്ധങ്ങളൊക്കെ ഉപയോഗിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആഡംബരത്തിന്റെ വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കണം. ആഡംബരത്തിന്റെ വസ്ത്രം ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ വെള്ള മാത്രമേ ഉടുത്തൂടൂ എന്നതിനില്ല. ആഡംബരത്തിനും അലങ്കാരത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വസ്ത്രങ്ങളൊക്കെ മാറ്റിവെക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ കയ്യിൽ മൈലാഞ്ചി അണിയാൻ പാടില്ല. സ്ത്രീകൾ സാധാരണ ചെയ്യുന്നതാണല്ലോ മൈലാഞ്ചി അണിയൽ. അതുപോലത്തെ ഹന്ന, അതുപോലെ തന്നെ രൂപത്തിലുള്ള ഏതെങ്കിലും നിലക്ക് കളർ കൊടുക്കൽ, മുടിക്കോ അല്ലെങ്കിൽ ശരീരത്തിലോ ഒക്കെ കളർ കൊടുക്കൽ, അതൊന്നും പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ സുറുമയിടൽ. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് ഒരു സ്വഹാബ വനിത ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നബ്നതി തുവഫിയ അൻഹാ സൗജുഹാ, എൻ്റെ മകൾ അവളുടെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു, അവൾക്ക് സുറുമ ഉപയോഗിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, പാടില്ല. മറത്തൈനി ഔ സലാസൻ, 2 or 3 തവണ പ്രവാചകൻ പറഞ്ഞു ലാ, പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അലങ്കാരമണിയാവുന്ന നിലക്കുള്ള ആഭരണങ്ങൾ, ആ രൂപത്തിലുള്ള വേഷഭൂഷാദികൾ അണിയൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഘട്ടങ്ങളിൽ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ചില നിർബന്ധമായ ചില സാഹചര്യങ്ങളാണ്. കണ്ണിന് അങ്ങനത്തെ എന്തെങ്കിലും പ്രയാസങ്ങളോ അങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടത്തിൽ ചികിത്സാവശ്യാർത്ഥം വല്ലതും ചെയ്യേണ്ടി വന്നാൽ അതാ പ്രവാചകൻ നിർദ്ദേശിച്ചത് അവർ രാത്രിയിൽ ഉപയോഗിക്കട്ടെ, പകൽ സമയത്ത് അവളത് നീക്കം ചെയ്യട്ടെ എന്നാണ്. അപ്പൊ ആ രൂപത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളൊന്നും ഈ കാലഘട്ടത്തിൽ 4 മാസവും 10 ദിവസവും പെണ്ണുപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആഭരണങ്ങൾ അണിയാൻ പാടില്ല. ആഭരണവും അലങ്കാരത്തിനാണ് പെണ്ണുപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭരണവും നീക്കേണ്ടതാണ്. അതുപോലെ അവരിങ്ങനെ കറങ്ങി നടക്കാൻ പാടില്ല. ഭർത്തൃ വീട്ടിൽ അതല്ലെങ്കിൽ എവിടെയാണോ അവർ ഇരിക്കുന്നതെങ്കിൽ, എവിടെയാണ് സൗകര്യപ്രദമെങ്കിൽ, വേണ്ടത് ഭർത്താവിന്റെ മരണം നടന്ന അവരിതുവരെ എവിടെയാണോ ജീവിച്ചതെങ്കിൽ ആ വീട്ടിൽ തന്നെയാണ് അവർ 4 മാസവും 10 ദിവസവും അവർ കഴിയേണ്ടത്. അവർക്ക് പോകണം എന്ന് നിർബന്ധമായി തോന്നുകയാണെങ്കിൽ അവർക്ക് പോകാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസങ്ങളുണ്ട്, ഒരു വാടക വീട്ടിലായിട്ടാണ് മരണം നടന്നത്, അവിടെയാണ്
അപ്പോഴാണ് ഇദ്ദ ആരംഭിച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് റെന്റിന്റെ അവധി തീർന്നു. ആ വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറണം. അത്തരം ഘട്ടങ്ങളിൽ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഇദ്ദയിരുന്നാൽ മതി. അതല്ലെങ്കിൽ ഒരു വിദേശത്ത് വെച്ചാണ് മരണം സംഭവിച്ചത്, ഏതാനും ദിവസം കഴിഞ്ഞാൽ മടക്ക ടിക്കറ്റാണ്. ആ സ്ഥലത്ത് തന്നെ ഇദ്ദയിരിക്കുക എന്നത് പ്രായോഗികമല്ലല്ലോ. അവ നാട്ടിൽ തിരിച്ചെത്തിയതിന്റെ ശേഷം അവർ ഇദ്ദയിരുന്നാൽ മതി. മരണം നടന്ന ദിവസം മുതൽക്കാണ് 4 മാസവും 10 ദിവസവും കണക്കാക്കേണ്ടത്. ആ രൂപത്തിൽ അതേ അവസരത്തിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ തന്നെ പാടില്ല എന്നൊരു ധാരണ സമൂഹത്തിലുണ്ട്. അത്യാവശ്യത്തിന് പുറത്തു പോകാം. അത്യാവശ്യത്തിന് ഒരു സ്ത്രീ ഇദ്ദയിലിരിക്കുന്ന, മറയിലിരിക്കുന്ന, ദുഃഖമാചരിക്കുന്ന വിധവക്ക് അത്യാവശ്യമാണെങ്കിൽ പുറത്തു പോകാൻ വിരോധമില്ല. പക്ഷേ ഉറങ്ങാൻ സ്വന്തം വീട്ടിൽ തന്നെ എത്തിയിരിക്കണം എന്ന് നിയമവുമുണ്ട്. അതാ ഉഹദ് യുദ്ധത്തിൽ കുറെ സ്വഹാബിമാര് ഷഹീദുകളായല്ലോ. ആ ഷഹീദുകളായ സ്വഹാബാക്കളുടെ ഭാര്യമാര് അവരതാ റസൂലുള്ളാഹിനെ സമീപിച്ചുകൊണ്ടൊരു മസ്അല ചോദിക്കുകയാണ്. ആ പെണ്ണുങ്ങൾ പറയുന്നു, ഇന്നാ നസ്തൗഹിഷു യാ റസൂലല്ലാഹ് ഫനബീതു ഇൻദ യഹ്ദാനാ ഹത്താ ഇദാ അസ്ബഹ്നാ തബദ്ദദ്നാ ഫീ ബുയൂതിനാ. അവരെന്താ ചോദിക്കുന്നത്? ഇന്നാ നസ്തൗഹിഷു യാ റസൂലല്ലാഹ്. ആ ഉഹദ് യുദ്ധത്തിൽ ഷഹീദുകളായ സഹാബിമാരുടെ വിധവകളായ ഭാര്യമാർ റസൂലുള്ളാഹിനോട് മസ്അല ചോദിക്കുകയാണ്. റസൂലേ, ഞങ്ങൾക്കതാ വിരസത അനുഭവപ്പെടുകയാണ്, ഞങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് നബിയേ ഫനബീതു ഇൻദ യഹ്ദാനാ, ഞങ്ങൾ രാത്രി സമയമാകുമ്പോ ഞങ്ങൾ ഈ പെണ്ണുങ്ങളൊക്കെ കൂടി ഒരു വീട്ടിൽ ഞങ്ങൾ പാർത്തോട്ടെ. ഹത്താ ഇദാ അസ്ബഹ്നാ തബദ്ദദ്നാ ഫീ ബുയൂതിനാ, നേരം വെളുത്താൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ വീടുകളിലേക്ക് പോയിക്കോളാം. അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, എന്ത്, നിങ്ങളിൽ ഒരാളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി പകൽ സമയത്തൊക്കെ ഒരുമിച്ച് കൂടിയിട്ട്, അല്ലെങ്കിൽ ഏതാ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സമയത്തെങ്കിൽ ഒരുമിച്ച് കൂടിയിരുന്ന് നിങ്ങളുടെ വിരസതയും പ്രയാസവും ഒക്കെ നീങ്ങുന്ന നിലക്ക് കൂടിയിരുന്ന് സംസാരിച്ചോളൂ, അതിന് വിരോധമില്ല. പക്ഷേ ഫൈദാറത്തുന്നൗമ ഫൽതഉബ് കുല്ലു ഇംറാത്തിൻ ഇലാ ബൈതിഹാ, ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന നേരമായി കഴിഞ്ഞാൽ ഓരോ സ്ത്രീയും അവളുടെ തന്നെ വീട്ടിലേക്ക് മടങ്ങട്ടെ. അപ്പൊ ഈ കാലയളവിൽ ഇദ്ദയിരിക്കുന്ന ഒരു സ്ത്രീ ഈ 4 മാസവും 10 ദിവസവും അനിവാര്യമായ ഘട്ടത്തിൽ വീട്ടിൽ നിന്ന് ആവശ്യത്തിനൊക്കെ പുറത്തു പോകുക. ഒരു പെണ്ണ് ജോലിക്കാരിയാണ്, ജോലിക്ക് പോകൽ നിർബന്ധമാണ്, അവളല്ലാതെ വീട്ടിൽ ആരുമില്ല. ആ പെണ്ണിന് തൊഴിലിന് പോകാം, ജോലിക്ക് പോകാം, അത്യാവശ്യമായ അത്തരം കാര്യങ്ങൾക്ക് പോകാം. ഒരു രോഗിയെ സന്ദർശിക്കേണ്ട ആവശ്യമുണ്ട്, പോകാം, ഹോസ്പിറ്റലിൽ പോകാം. അതേപോലെ അനുവദനീയമായ ഏത് കാര്യത്തിനും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുറത്തു പോകാം. ആ രൂപത്തിലുള്ള കാര്യമാണ് ഇസ്ലാം പറയുന്നത്. അതേ അവസരത്തിൽ അന്തി ഉറങ്ങാൻ അഥവാ ഉറങ്ങാൻ വേണ്ടി താമസിക്കുന്ന വേണ്ടി വീട്ടിലേക്ക് തന്നെ വരികണം, മടങ്ങണം എന്നാണ് ഇസ്ലാം പറയുന്നത്. മാത്രമല്ല, ഒരു ആള് ഇഹ്റാമിൽ പ്രവേശിച്ചതിന്റെ ശേഷമാണ് ഭർത്താവ് മരണപ്പെടുന്നത് എങ്കിൽ അവർ ഹജ്ജിൻ്റെതായ കർമ്മങ്ങൾ പൂർത്തിയാക്കുക തന്നെ വേണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അതേ അവസരത്തിൽ ഇദ്ദയിലിരിക്കുന്ന ഒരു കാലത്താണ് ഒരാൾ ഹജ്ജിന് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വേണ്ട, അവരാ ഇദ്ദ പൂർത്തിയാക്കിയിട്ട് പിന്നെ വരും കൊല്ലത്തില് അവർ ചെയ്യേണ്ടതുള്ളൂ എന്ന അഭിപ്രായമാണ് ആ വിഷയത്തിലും ചർച്ചകൾ നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പെണ്ണ് പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുകയാണ്, എഴുത്തിക്കാഫിരിക്കുന്ന ഘട്ടത്തിലാണ് ഭർത്താവിന്റെ മരണവാർത്ത അറിയുന്നതെങ്കിൽ അവരുദ്ദേശിക്കുന്ന ദിവസം ആ എഴുത്തിക്കാഫ് പൂർത്തിയാക്കാൻ പാടില്ല. അവിടെ വെച്ച് മരണവാർത്ത അറിഞ്ഞയിടം മുതൽ ആ എഴുത്തിക്കാഫ് അവസാനിപ്പിച്ച് അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി ഇദ്ദ ആചരിക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാമികമായ നിയമങ്ങൾ. ഇതൊക്കെ കാറ്റിൽ പറത്തേണ് പലപ്പോഴും ആളുകൾ. ഇതൊക്കെ കാറ്റിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കൂട്ടം ആളുകൾക്ക് അതൊന്നും വിഷയമല്ല, പിന്നെ അവരെല്ലായിടത്തും ഫ്രീയാ. ആ നിലക്ക് ഈ നിയമങ്ങളൊന്നും പാലിക്കാതെ 4 മാസവും 10 ദിവസം അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പോലും അറിയാതെ ആ രൂപത്തിൽ എല്ലാ ആർഭാട വസ്ത്രവും, സാരിയും ചുരിദാറും എല്ലാം ഉടുത്ത്, പൗഡറിട്ട്, കൺമഷിയിട്ട്, സ്പ്രേ അടിച്ച്, അത്തർ പൂശി, സുഗന്ധം ഉപയോഗിച്ച് എല്ലാ നിലക്കും അവരുടെ എല്ലാ രൂപത്തിലുള്ള അലങ്കാരങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് മൈലാഞ്ചി അണിഞ്ഞ് അങ്ങനെ അവരിങ്ങനെ വിലസി നടക്കും. ചില ഭാര്യമാര് 4 മാസവും 10 ദിവസം ഒന്നും കാക്കാൻ ഏറി വന്ന ഒരാഴ്ചക്കൊരു മൂടൗട്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസം, 4 മാസവും 10 ദിവസം വരെ ഇങ്ങനെ ഒരു സമ്പ്രദായം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതൊക്കെ അറിയാത്ത എത്രയോ പുരോഗമനവാദികളെന്ന് പറയുന്ന ആളുകളുണ്ട്. മതബോധമില്ലാത്ത കുടുംബത്തിലെ പെണ്ണുങ്ങൾ, ആ രൂപത്തിലുള്ള ആളുകളൊന്നും ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഇത് ആചരിക്കുന്ന ചില ആളുകളിൽ തന്നെ പലപ്പോഴും ചില പുത്തൻ പ്രവണതകൾ കാണുന്നുണ്ട്. അതെന്താ? ദുഃഖമാചരിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേകം പഴകിയൊരു തുണി ഉണ്ടാക്കിയിട്ട് അതെന്നെ ഉടുക്കുള്ളൂ, അതങ്ങോട്ട് കഴുകേണ്ട സമയത്ത് വേറെ കൂടി ഉണ്ടാക്കും, അല്ലെങ്കിൽ അതാണ്ട്
അവിടെ അലക്കിയിട്ട് അതന്നെ ഉടുക്കും. പിന്നെയോ മുടി ചെയ്യൂല, തീരെ മുടി ചെയ്യൂല. ജട കുത്തിയിട്ട് 4 മാസവും 10 ദിവസം കഴിയുമ്പോൾക്ക് മുടിയൊക്കെ അങ്ങനെ ജട പിടിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ അവർ കുളിക്കൂല, വീട്ടുവേലയിൽ നിന്ന് വിട്ടു നിൽക്കും. വീട്ടിലെ ഒരു വേലയും ചെയ്യാൻ പാടില്ല എന്നാണ്. വിധവയാണോ എന്നാ പിന്നെ വീട്ടിൽ അവിടെ ഇരുട്ടുമുറിയിൽ അവിടെ അടച്ചിട്ട് ഭക്ഷണമൊക്കെ അങ്ങോട്ട് എത്തിക്കുക, വെള്ളാണ്ട് എത്തിക്കുക. ഫോൺ അറ്റൻഡ് ചെയ്യാൻ വരെ പാടില്ല. ഒരാളെ കണ്ടുകൂടാ, ഒരു പുരുഷനുമായിട്ട് സംസാരിച്ചുകൂടാ, വീട്ടിൽ മീൻ മുറിച്ചുകൂടാ, ഇറച്ചി നന്നാക്കിക്കൂടാ, അടുക്കളയിൽ പാകം ചെയ്തുകൂടാ, പുറത്തേക്ക് ഇറങ്ങിക്കൂടാ. പണ്ടൊക്കെ, ഇന്നൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ വീടുകളിൽ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളാണല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോകണം. അപ്പൊക്കെ ഈ വിധവകളൊക്കെ കൊണ്ടുപോകുന്ന ഒരു കോലമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്താ, ഒരു തുണി കൊണ്ട് ഇങ്ങനെ മൂടി പൊതച്ചിട്ടാണ് കൊണ്ടുപോവുക. വേറെ 1-2 പെണ്ണുങ്ങൾ അപ്പുറം നിന്നിട്ട് ഒരു തുണി കൊണ്ട് ഇങ്ങനെ മറച്ചിട്ട് ഈ സാധു തലയും താഴ്ത്തിയിട്ടാ ബാത്റൂമിൽ പോവുക. എന്താ, മാനം കാണാൻ പാടില്ല, ചന്ദ്രനെ കാണാൻ പാടില്ല, മാനത്തേക്ക് നോക്കിക്കൂടാ, വെളിച്ചം കണ്ടുകൂടാ, പുറത്തിറങ്ങിക്കൂടാ. ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്ന നിലക്ക് വളരെ പ്രയാസം. മുടി ചെയ്യൂല, ഒന്നും പാടില്ല, ആരും കണ്ടുകൂടാ. അങ്ങനെ ഇരുട്ടുമുറിയിൽ ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് ഒരു പ്രത്യേകമായ രൂപത്തിലുള്ള ആ ഒരു സമ്പ്രദായങ്ങളൊക്കെ. വേറെ ചില ആളുകൾ വിചാരിച്ചു, ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടെങ്കിൽ 4 മാസവും 10 ദിവസമൊക്കെ പപ്പാതി ആചരിച്ചാൽ മതി. 2 മാസവും 5 ദിവസവും ഒരാൾ ആചരിക്കുക, മറ്റേയാളും ആചരിക്കുക. അപ്പൊ 4 മാസവും 10 ദിവസവും അങ്ങനെ ധരിച്ചിട്ടുള്ള ആളുകളുണ്ട്. വേറെ ചിലർ വിചാരിച്ചു, ഒരാൾക്ക് 2 ഭാര്യമാരുണ്ട്, അതിൽ മരിക്കുമ്പോൾ ഒരു പെണ്ണ് ഗർഭിണിയാണ്, എന്നാ അവളുടെ ഗർഭത്തോടു കൂടെ യുദ്ധ കഴിഞ്ഞില്ലേ, എന്നാ എന്റെയും കഴിഞ്ഞു എന്ന നിലക്ക് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ വിവിധ നാടുകളിൽ കാണുന്ന പുത്തൻ പ്രവണതകളായി പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയത് മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ 4 മാസവും 10 ദിവസത്തിന്റെയും ഈ അനുവദനീയമായ രൂപത്തിലുള്ള ദുഃഖാചരണത്തിലേക്ക് ഇസ്ലാം കൊണ്ടുവരുന്നതിന്റെ മുമ്പ് ഒരു ജാഹിലിയ ആചാരം ഉണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ കേൾക്കണം. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതെന്താണ്? സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, കാനത്തിൽ മർഅതു ഇദാ തൂഫിയ അൻഹാ സൗജുഹാ. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു പെണ്ണിന്റെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ദഖലത്ത് ഹഫ്ഷൻ, അവളെ ആ ഒരു തമ്പിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കും. ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു തമ്പിന്റെ അകത്തേക്ക് ആ പെണ്ണിനെ അങ്ങ് കൊണ്ടുപോയിട്ട് കുടിയിരുത്തും. അവളുടെ ഏറ്റവും മോശപ്പെട്ട വസ്ത്രമാണ് അവളെ ഉടുപ്പിക്കുക, അങ്ങനെയാണ് ഉടുക്കുക. അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കില്ല, വൃത്തിയാവില്ല, കുളിക്കില്ല. അങ്ങനെ അവളെ കേറിയ വസ്ത്രം ഏതാണോ ആ രൂപത്തിൽ കുളിക്കാതെ, മുടി ചെയ്യാതെ, ഒരു നിലക്കും ഒന്നിനും അനുവദിക്കാതെ അതാ ഭക്ഷണം നേരത്തെ കൊണ്ടുപോയി കൊടുക്കുന്നു എന്നതല്ലാതെ ഒന്നിനും പുറത്തിറങ്ങാൻ അനുവദിക്കാതെ ആ ഇരുട്ട് നിറഞ്ഞ റൂമിലേക്ക് തള്ളിയിട്ടിട്ട് ഒരു കൊല്ലം അങ്ങനെ കഴിയണം. ഒരു കൊല്ലം ഈ പെണ്ണിങ്ങനെ കഴിയണം. ജാഹിലിയ കാലത്തുള്ള സമ്പ്രദായ. ഒരു കൊല്ലം ഈ പെണ്ണിങ്ങനെ കഴിഞ്ഞാൽ എന്തായിരിക്കും ശരി? പിന്നെ അവൾ ആ ഒരു കൊല്ലം പൂർത്തിയാകുമ്പോ ഒരു പക്ഷിയെ അവളുടെ അടുക്കൽ കൊണ്ടുവരണം എന്നാണ് നിയമം. ഒരു പക്ഷി, ഏതെങ്കിലും ഒരു പക്ഷി, ഒരു പ്രാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പക്ഷിനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ അതുകൊണ്ട് അവൾ അവരുടെ ശരീരത്തിലൊന്ന് തടവണം എന്നാണ്. അത് തടവുമ്പോൾക്ക് സൈനബ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഏതെങ്കിലും ഒരു ജീവിയെ പിടിച്ച് അവളുടെ ശരീരത്തിലേക്ക് ഒന്ന് മണപ്പിക്കുമ്പോഴേക്ക് ആ ജീവൻ പോയിട്ടുണ്ടാവും. കാരണം അമ്മാതിരുത്ത ദുർഗന്ധവും ആ നിലക്കുള്ള ഒരവസ്ഥയിലും ആയിട്ടുണ്ടാവും ഈ പെണ്ണ്. എന്നിട്ടോ അങ്ങനെ ആ ആചാരാണ് കഴിഞ്ഞാൽ അവൾ ടെന്റിന്ന് ഈ തമ്പെന്ന് സുമ്മത്തഹറുജു പുറത്തേക്ക് വരും. അപ്പൊ അവളുടെ കയ്യിലേക്ക് ഒരാൾ എന്താ കൊണ്ടുവന്ന് കൊടുക്കുക? ഒരു ഒട്ടകത്തിന്റെ കാഷ്ട കൊണ്ടുവന്ന് കൊടുക്കുക, ബേറത്ത്. അങ്ങനെ അത് കണ്ട് വാങ്ങിയിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു മട്ടിൽ അതുകൊണ്ട് വാരി ഒറ്റേറാണ്. അത് എറിഞ്ഞിട്ട് പിന്നെ അവൾ എന്താണ്, പിന്നെ അവൾ കുളിക്കും വൃത്തിയാവുകയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള ഒരു കാടൻ സമ്പ്രദായം സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന, വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരാചാരമാണ് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നത്. ആ ആചാരത്തിൽ നിന്നെല്ലാം ഒഴിവായിക്കൊണ്ട് ഇസ്ലാം മാന്യമായ നിലക്കഥാ പെണ്ണിനോട് 4 മാസവും 10 ദിവസവും അതാ ഇസ്ലാം പറഞ്ഞിട്ടുള്ള പാലിക്കാവുന്ന നിലക്കുള്ള മാന്യമായ വിധിവിലക്കുകൾക്ക് വിധേയമായി കൊണ്ടവൾ കാത്തിരിക്കണം. അതാണ് ഒരു ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീക്ക് മാത്രമാണ് 4 മാസവും 10 ദിവസവും എന്തുള്ളത്? ദുഃഖാചരണമുള്ളത്. അത് പാലിച്ചിരിക്കൽ നിർബന്ധം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ മാത്രമേ ആ വിഷയത്തിൽ പണ്ഡിത ലോകത്തുള്ളൂ. അത് നിർബന്ധമല്ല എന്ന് പറഞ്ഞു പറയും. എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ഏതാണ്ട് ഇജ്മാഅ് പോലെ എല്ലാവരും അത് നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിലുള്ള നിയമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രദ്ധ
ശ്രദ്ധയിലുണ്ടായിരിക്കേണ്ടതുണ്ട്. അജ്ഞത കൊണ്ട്, വിവരക്കേട് കൊണ്ട് ആളുകൾ പല രംഗത്തും പല രൂപത്തിലുള്ള അനിസ്ലാമികതകളും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള തോന്നിവാസങ്ങളും അത് വേണ്ടതാണെന്ന നിലക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രമാണബദ്ധമായ നിലക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അങ്ങനെ ഇസ്ലാമികമായ ചര്യകളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹിക്കാനാവാത്ത രോഗങ്ങളിൽ നിന്ന് അതുപോലെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.